ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലെത്തിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, മത്സര പരീക്ഷയുടെ ഇംഗ്ലീഷ് ഒരുപാട് കുട്ടികൾ പറയാറുണ്ട്, സാർ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് വല്ലാത്ത ടഫായി തോന്നുന്നു, പല കാര്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു പരാതികൾക്കൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒന്നും കാണാതെ നിങ്ങൾ പഠിക്കരുത്. തുടക്കക്കാരോടും കുറച്ച് കാലം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷം മുമ്പ് പഠിച്ചു തുടങ്ങിയവരോടൊക്കെ പറയാനുള്ളൊരു ഉപദേശം അത് അത്ര മാത്രമാണ്. നിങ്ങൾ കാണാതെ എന്ത് ചെയ്യരുത്, പഠിക്കരുത്. ബൈ ഹാർട്ട് സ്റ്റഡി പാടില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഇംഗ്ലീഷിനെ സമീപിക്കാൻ പാടുള്ളൂ. ഉദാഹരണത്തിന്, ഇംഗ്ലീഷിൻ്റെ സിലബസ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയാം. നിങ്ങൾ സിലബസിൽ കാണുന്നുണ്ടാവും. ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പാർട്സ് ഓഫ് സ്പീച്ച് 8 എണ്ണമാണ്. ആ 8 എണ്ണത്തിൽ ആരൊക്കെയാണ് പെടുക? ആദ്യത്തെ ആൾ നൗണാണ്, രണ്ടാമത്തെ ആൾ പ്രോനൗണാണ്, മൂന്നാമത്തെ ആൾ വേർബാണ്, നാലാമത്തെ ആൾ അജക്റ്റീവാണ്, അഞ്ചാമത്തെ ആൾ ആഡ്വേർബാണ്, ആറാമത്തെ ആൾ പ്രിപ്പോസിഷനാണ്, ഏഴാമത്തെ ആൾ കൺജങ്ഷനാണ്, എട്ടാമത്തെ ആൾ ഇൻ്റർജെക്ഷനാണ്. എന്തിനാണ് ഞാനിവിടെ ഈ പാർട്സ് ഓഫ് സ്പീച്ച് പറഞ്ഞത്? ഇംഗ്ലീഷിൻ്റെ പില്ലറാണ് എന്ത്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൻ്റെ തൂണാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ നോക്കൂ, ഈ പാർട്സ് ഓഫ് സ്പീച്ച് 8 എണ്ണം ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ഓരോന്നിനെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ 8 ടോപ്പിക്കാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അത് തന്നെ നമ്മുടെ സിലബസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഉള്ളതാണ് പ്രപ്പോസിഷനും അതേപോലെ കൺജങ്ഷനും ഒക്കെ പാർട്സ് ഓഫ് സ്പീച്ചിലുള്ള ഒരു ഭാഗമാണ്. അതിനെ തന്നെ സെപ്പറേറ്റ് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ആധാരമായ ഇംഗ്ലീഷിൻ്റെ ആധാരമായ ഈ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ വളരെ നല്ല രീതിയിൽ പഠിച്ചെടുത്താൽ മാത്രമേ ഇതിൽ കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള ടോപ്പിക്കുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നൗണായാലും പ്രോനൗണായാലും അജക്റ്റീവുകളായാലും നൗണിനെ കുറിച്ചൊക്കെ 3.5 മണിക്കൂർ വരെ നമുക്ക് ക്ലാസ്സിൽ പറയേണ്ടതായിട്ടുണ്ട്. പ്രോനൗണിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്, അജക്റ്റീവുകളെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ വളരെ നല്ല അപ് ടു ഡേറ്റ് ആയിട്ട് ആ ലെവലിൽ നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എല്ലാ ടോപ്പിക്സും വളരെ ഈസിയാകും. തുടക്കക്കാരോട് പ്രത്യേകം പറയുന്നു, നമ്മൾ ഈ ഒരു ശൈലിയിലല്ല പഠിച്ചു വരുന്നത്, ഈ ഒരു ശൈലിയിലല്ല ക്ലാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്, മാറ്റി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇംഗ്ലീഷ് ഏതൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാലും ആദ്യം തന്നെ കുട്ടിയുടെ മനസ്സിൽ പരീക്ഷാ ഹാളിൽ വരേണ്ടത് എന്താ? ഈ ഒരു ചോദ്യം ഇന്ന ടോപ്പിക്കിലെ ചോദ്യമാണ്, അതുകൊണ്ട് ഇന്ന ഉത്തരമാണ് ഞാൻ ലോക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധമാണ്. ഇത് പല ആളുകളും ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്, എന്നാൽ പരീക്ഷാ ഹാളിലെത്തുമ്പോൾ ഇത് ഏത് ടോപ്പിക്കിലെ ചോദ്യമാണെന്ന് വരെ മനസ്സിലാകാത്തൊരവസ്ഥാവിശേഷമാണ് ഇന്ന് മിക്ക കുട്ടികളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി പ്രത്യേകമായി പറയട്ടെ. പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു 8 എണ്ണം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. 8 എണ്ണം പഠിച്ചതിന് ശേഷം മറ്റുള്ള ടോപ്പിക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ ടോപ്പിക്കിൻ്റെ ഇൻ്റർ റിലേറ്റഡ് ആണ് വരുന്ന മറ്റു ടോപ്പിക്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യം നമുക്ക് ഇംഗ്ലീഷിൽ വേർബുകൾ എന്താണ് എന്നറിയണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വേർബുകൾ? പല ആളുകളും വേർബുകൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതൊരു ശബ്ദമാണെന്നാണ് കരുതിയിട്ടുള്ളത്. വേർബ് എന്ന് കേൾക്കുമ്പോൾ പല ആളുകളും ഒരു തമാശ രൂപത്തിൽ നിങ്ങളിത് എടുക്കേണ്ട. വേർബ് ഇംഗ്ലീഷിന് അടിസ്ഥാനമായിട്ടുള്ളൊരു ഘടകമാണ്. ക്രിയകൾ 3 വിധമുണ്ട്. V1, V2, V3 കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. പ്രസൻറ്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ് വേർബുകൾ. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമ്മൾ സ്കൂൾ തലങ്ങളിൽ പഠിച്ച് വരേണ്ട ഒരു കാര്യമായിരുന്നു. ഇത് പല ഉദ്യോഗാർത്ഥികൾക്കും പല കുട്ടികൾക്കും ഈ വേർബിൻ്റെ V1, V2, V3 രൂപങ്ങൾ അറിയൂല. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇന്നുണ്ട്. അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ആദ്യം നമ്മളുടെ പ്രോബ്ലം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രയാസത്തിനെതിരെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ സബ്ജക്റ്റും എളുപ്പമായി മാറുക. പ്രത്യേകം മനസ്സിലായല്ലോ? അപ്പോൾ നോക്കൂ, V1, V2, V3 അല്ലേ? ഇതിൽ തന്നെ റെഗുലർ വേർബുകളുണ്ട്, ഇറഗുലർ വേർബുകളുണ്ട്. എന്താണ് ഈ റെഗുലർ വേർബുകൾ എന്ന് പറഞ്ഞാൽ? റെഗുലർ വേർബിനും V1, V2, V3 ഉണ്ട്, ഇറഗുലർ വേർബിനും V1, V2, V3 ഉണ്ട്. ഒരു കാര്യം പറയട്ടെ, റെഗുലർ വേർബിൻ്റെ V2, V3 പഠിക്കാൻ ഈസിയാണ്. അതിൻ്റെ അവസാനത്തിൽ ED കൊടുത്താൽ മതി. എക്സാമ്പിളായിട്ട് പ്ലേ, പ്ലേഡ്, പ്ലേഡ്, കിൽ, കിൽഡ്, കിൽഡ്, ലോക്ക്, ലോക്ക്ഡ്, ലോക്ക്ഡ്,
ഓപ്പൺ, ഓപ്പൺഡ്, ഓപ്പൺഡ്. ഇങ്ങനെ വരുന്ന വേർബുകളെയാണ് നമ്മൾ റെഗുലർ വെർബ് എന്ന് പറയുക. അപ്പോൾ ഇംഗ്ലീഷിൽ 90% വേർബുകൾ റെഗുലർ വേർബുകളാണ് എന്നാണ് പറഞ്ഞതിൻ്റെ മൊത്തമായിട്ടുള്ളൊരവസ്ഥ. ഓക്കെ. എന്നാൽ ഇറഗുലർ വേർബുകളുണ്ട്. എന്താണ് ഇറഗുലർ വേർബുകളുടെ പ്രത്യേകത? ഇറഗുലർ വേർബുകൾക്ക് V1ഉം V2ഉം V3ഉം പഠിക്കുമ്പോൾ ED കൊടുക്കാൻ പറ്റൂല. അതായത് കം, കെയിം, കം, ഗോ, വെന്റ്, ഗോൺ, സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്, കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ്, ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്, ബൈ, ബോട്ട്, ബോട്ട്. ഇത്തരത്തിലുള്ള വേർബുകൾ പല ആളുകൾക്കും പലതും അറിയൂല എന്നുള്ളതൊരു വസ്തുതയാണ്. നിങ്ങൾ അംഗീകരിച്ചേ മതിയാവൂ, അത് വസ്തുതയാണ്. അത് നിങ്ങൾ ആദ്യം വേർബുകളാണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. മനസ്സിലായോ? എന്നാലേ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്നാലേ നമുക്ക് കണ്ടീഷണൽ ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്നാലേ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു പോർഷൻ മൊത്തം വേർബുകളുമായി വരുന്നതാണ്, അത് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ രൂപത്തിലുള്ള ടോപ്പിക്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വേർബുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ അടിസ്ഥാനമായ കാര്യമാണ്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഡെയിലി ലൈഫിൽ നമ്മൾ ഈ വേർബുകളൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചോദ്യം ഒരു ക്ലാസ്സിൽ സാറ് പറയുകയാണ്, ഇതാ ഇന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന വേർബിൻ്റെ V3 ഫോമാണ്. എന്നിട്ട് ആ ചോദ്യത്തിന് 4 ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് പറയുന്നു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന വേർബിൻ്റെ V3 ഫോമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വേർബുകൾ അറിയാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് V3 ഫോം കൊടുക്കാൻ പൂതിയുണ്ട്, പക്ഷെ ആ കുട്ടിക്ക് ആ വേർബിൻ്റെ V3 ഫോം ഏതാണെന്ന് അറിയൂല. അപ്പോൾ ആ കുട്ടിക്ക് ഉത്തരത്തിലെത്താൻ പറ്റൂല. അപ്പം നമ്മുടെ പ്രശ്നം എന്താണോ അതിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇന്ന് പല ആളുകൾക്കും വേർബുകളെ കുറിച്ച് അറിയൂല, അത് വസ്തുത തന്നെയാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ അതെന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക. ആ വേർബുകളെ കുറിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്നുള്ള ഒരു ടോപ്പിക്സ് എല്ലാ സിലബസിൽ പറയുന്ന എല്ലാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പരീക്ഷ ഹാളിൽ ഇംഗ്ലീഷ് നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കൂല എന്നുള്ളത് സത്യമാണ്. ഓക്കെ. അതുകൊണ്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ആ വേർബുകളുടെ ഒരു ഡീറ്റെയിൽഡ് V1, V2, V3യുടെ ഒരു PDF കോപ്പി ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രിൻ്റ് എടുത്ത് അത് കയ്യിൽ വെക്കുക, എന്നിട്ട് അതൊന്ന് പഠിക്കുക. അതിൽ V1 ഉണ്ട്, രണ്ടാമത്തെ ബോക്സിൽ അതിൻ്റെ മീനിങ് ഉണ്ട്, മൂന്നാമത്തെ അതിൻ്റെ V2 ആണ്, നാലാമത്തെ അതിൻ്റെ V3 ആണ്. ഇത് എല്ലാവരും പഠിക്കുക. ഒരുപാട് കാര്യങ്ങൾ അതിൽ അറിയുന്നതായിരിക്കും, പക്ഷെ പലതും നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. അത് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ നിങ്ങളൊന്ന് ശ്രവിക്കുക. അപ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് എന്താണ് ഇംഗ്ലീഷ്, മത്സര പരീക്ഷകളെ ഇംഗ്ലീഷ് വളരെ ഈസിയാണ് എന്ന് തോന്നും. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ എന്നെ കേൾക്കുന്ന കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു ഉപദേശമല്ല, ഇത് നിങ്ങൾ പഠിക്കേണ്ട വസ്തുതകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും.